പുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തേക്കും. സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസിന് പരാതി നൽകാൻ ജിസ്മോളുടെ കുടുംബം തീരുമാനിച്ചു. പരാതി ലഭിച്ചാൽ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം നാളെ നടക്കും. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ പരാതിയുടെ കാര്യത്തിൽ ഒരു പരാതി കൊടുത്തേക്കുമെന്നായിരുന്നു. ഇപ്പോൾ വീട്ടുകാർ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, രാവിലെ 10 മണിയോടുകൂടി ജിസ്മോളുടെ പിതാവ് തോമസും ഒപ്പം തന്നെ സഹോദരനും ഒക്കെ നേരിട്ടെത്തി പരാതി നൽകും. അതിനുശേഷം ഒരുപക്ഷെ പോലീസ് ഇപ്പോൾ തന്നെ മൊഴിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഭർത്താവ് ജിമ്മി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും. ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ ഈ ജിസ്മോളുടെ കുടുംബം വ്യക്തമാക്കിയത് ഈ ഭർത്താവ് ജിമ്മി ഒപ്പം തന്നെ മാതാവ് ഭർത്താവിന്റെ മൂത്ത സഹോദരി ഇവർക്കെതിരെയായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. സ്വാഭാവികമായും ഈ 3 പേർക്കെതിരെ മൊഴി നൽകുന്ന സാഹചര്യത്തിൽ പോലീസ് ഇവരുടെ മൊഴി കൂടി പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകാതെ ഇവരെത്തിച്ചേരും. രാവിലെ നാളെ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജിസ്മോളുടെ മാതൃ ഇടവകയിൽ ആണ് സംസ്കാര ചടങ്ങുകൾ. അതായത് കരൂരിലാണ് ഉള്ളത്, ചെറുകര പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ഉള്ളത്. ഈ ജിമ്മിയുടെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കണമെന്ന ആവശ്യം അവർ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അക്കാര്യം അംഗീകരിക്കാനാവില്ല എന്നതാണ് പിതാവ് തോമസ് വ്യക്തമാക്കുന്നത്. എന്തായാലും സ്വന്തം നാട്ടിൽ, അതായത് അവിടെ തന്നെ ജിസ്മോളുടെ അമ്മയുടെ ഒക്കെ കുടുംബ കല്ലറയുണ്ട്. അതിനോട് ചേർന്ന് കല്ലറ ഒരുക്കുക എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. 10 മണിയോടെ ജിസ്മോളുടെ കുടുംബം പോലീസിൽ പരാതി നൽകും.